നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമത്തെ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. ഇന്നലെ നടന്നത് സവർണരുടെ കൂട്ടായ്മ മാത്രമാണ്. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് സ്ഥാനം ലഭിച്ചില്ല. സവർണ ഐക്യമാണ് ഇന്നലെ അയ്യപ്പ സംഗമ വേദിയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം ശബരിമല വിധിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമല കർമ്മസമിതി പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിനെതിരെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. ആത്മീയതയുടെ മറവിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു. തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമം ഒരു കൂട്ടം സവർണരുടെ മാത്രം സംഗമമായി മാറിയെന്നും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യം ഈ സംഗമത്തിൽ ഇല്ലെന്നും സവർണ വിഭാഗങ്ങളുടെ ഐക്യം മാത്രമായിരുന്നു നടന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. നാമം മാത്രമായി അവർണരെയോ ഈഴവരെയോ പട്ടികജാതിക്കാരെയോ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സംഗമത്തിന് സാധിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. SNDP യോഗത്തെ ഔദ്യോഗികമായി വിളിച്ചിരുന്നില്ല, പോകാതിരുന്നത് മഹാഭാഗ്യമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതാ അമൃതാനന്ദമായി വരുമെന്ന് പറഞ്ഞ് കർമ്മസമിതി പ്രവർത്തകർ വിളിച്ചിരുന്നു. സവർണ സംഘമായതോടെ പോകാതിരുന്നത് നന്നായെന്ന് തോന്നുന്നുവെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. മഹാഭാഗ്യമായി പോയി, ഭാഗ്യമല്ല മഹാഭാഗ്യം. ഞാൻ പോയി കെണി വീണു പോയാലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞുവിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. പക്ഷെ നിർഭാഗ്യവശാൽ അതെയോ ഭാഗ്യവശാലും എനിക്ക് ഒരു വിധത്തിലും പോകാനൊക്കാത്ത പ്രോഗ്രാം അന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്കും വീണ് കിട്ടിയ അവസരങ്ങളെല്ലാം നല്ലപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏതായാലും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പോകും എന്ന സൂചനയും അവർ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. വെറും ആത്മീയ സമ്മേളനം മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഇതിൽ സമുദായ നേതാക്കളിൽ തന്നെ പലരും പങ്കെടുത്തില്ല. സംഗമത്തിന് പിന്നിൽ ഇത്തരം നേതാക്കൾ ഉണ്ടോ എന്ന് അറിയില്ല. ജനം വെറും കഴുതയില്ലെന്നും എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും ആത്മീയതയുടെ മറപിടിച്ച് ഇത് സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കോട്ടയം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ റിട്ട് ഹർജികൾ സുപ്രീം കോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. സുപ്രീം കോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന താൽക്കാലിക തീയതി പ്രകാരമാണിത്. പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷമേ റിട്ട് ഹർജികൾ പരിഗണിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ പറഞ്ഞിരുന്നു. പുനഃപരിശോധനാ ഹർജികളുടെ പരിഗണന നീളുകയാണെങ്കിൽ റിട്ട് ഹർജികളിലെ വാദവും മാറിയേക്കും. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശിനി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് S ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയും നൽകിയ റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കുമെന്നാണ് സുപ്രീം കോടതി വെബ്സൈറ്റിലുള്ളത്. അന്തിമ പട്ടിക വരുമ്പോൾ ഇത് മാറിയേക്കും. നവംബർ 13-ന് ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 8-ന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ കോടതി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ മുൻ നിശ്ചയിച്ച പ്രകാരം പുനഃപരിശോധനാ ഹർജികൾ നാളെ കോടതി പരിഗണിക്കില്ല. ഈ മാസം 27 വരെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധി നീട്ടിയതായാണ് സൂചന. പുനഃപരിശോധനാ ഹർജികളുടെ പരിഗണന നീളുകയാണെങ്കിൽ റിട്ട് ഹർജികളിലെ വാദവും മാറിയേക്കാം. റിപ്പോർട്ടർ, ദില്ലി. വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, ഒപ്പം തന്നെ ശബരിമല കർമ്മസമിതിയുടെ സന്തോഷ് കണ്ണൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ്, പാർട്ടി വക്താവ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കഴിഞ്ഞ ദിവസം TP സെൻകുമാറിൻ്റെ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഭരണഘടനയിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മാതാ അമൃതാനന്ദമയി ശബരിമല ശാസ്താവേ കി ജയ്, ശബരിമല ശരണമയ്യപ്പ സ്വാമിയെ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ എവിടെയാണ് മഠം നിൽക്കുന്നത് എന്നുള്ള നിലപാട് പോലും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ കൃത്യമായ ധ്രുവീകരണം ശബരിമല വിഷയത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ ലക്ഷ്യം പ്രാവർത്തികമായോ? നികേഷേ, സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തികളല്ല. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് BJP ആണ്. ഇന്നലത്തെ സംഗമത്തിൻ്റെ രീതി കണ്ടപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം ശബരിമല വിഷയത്തിലായാലും മറ്റെന്ത് വിഷയത്തിലായാലും കേരളത്തിലെ BJPയും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തിയും രണ്ട് കാതം അകലെയാണ്. ഒരിക്കലും അടുക്കാനാകാത്ത രീതിയിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശ്രീധരൻപിള്ളയ്ക്ക് പോലും വേദിയിൽ ഒരു സീറ്റ് കൊടുത്തില്ല. ഇന്നലെ ശബരിമല കർമ്മസമിതി അദ്ദേഹത്തെ താഴെ ഇരുത്തുകയാണ് ഉണ്ടായത്. അതേസമയം ഈ അടുത്ത കാലത്ത് NSSന്റെ നാമധേയത്തിൽ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത ശ്രീ രാമൻ നായർക്ക് അധ്യക്ഷ വേദിയിൽ സ്ഥലം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ BJPയും സംഘപരിവാർ ശക്തികളും തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചിരിക്കുന്നു. സംഘപരിവാർ ശക്തികൾ രാഷ്ട്രീയ ശക്തികളല്ല, അത് രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് BJPയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഈ സംഘപരിവാർ ശക്തികൾ എത്ര സ്വാധീനിച്ചാലും അത് വോട്ടുകളായി മാറില്ല. കാരണം ഇതിനകത്ത് പങ്കെടുത്തവരൊക്കെ മനുഷ്യമതിൽ പങ്കെടുത്ത പോലെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരല്ല, പല പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ, അയ്യപ്പന്റെ പേരിൽ അവരെല്ലാം കൂടി സമ്മേളിച്ചതൊഴിച്ചാൽ ഇതിന് ഒരു രാഷ്ട്രീയ മാനം കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ അങ്ങനെ വടക്കേ ഇന്ത്യയിലെ പോലെ ഇത്തരം വർഗീയ ശക്തികൾക്ക് ഒരിക്കലും സംഘടിക്കാനാവില്ല. അവരുടെ തനിനിറം പുറത്തു വരുമ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകൾ ഒരു നല്ല ശതമാനം അതിൽ നിന്ന് ഒഴുകിപ്പോകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ വികാരത്തെ ഫലപ്രദമായി മുതലെടുക്കാൻ ഇതിന്റെ ആരംഭകാലം മുതൽ ഈ ശക്തികൾ ശ്രമിക്കുന്നു. പക്ഷേ ആ ശക്തികൾക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും അവരെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരിക്കലും ആവില്ലെന്നുള്ളത് സുചിന്തിതമായ അഭിപ്രായമാണ്. അതിലൊരു മാറ്റവും വരില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീ സന്തോഷ് കണ്ണൻ, നോക്കൂ, ഇക്കാര്യത്തിൽ TP സെൻകുമാർ ഭരണഘടനയിൽ മാറ്റം വരണം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഭൂരിപക്ഷത്തിനും കൂടി ലഭിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാർ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ന്യൂനപക്ഷങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് കുറേ സംവരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കുകയുണ്ടായി. ഇതൊരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ താഴേക്കിടയിലുള്ള ന്യൂനപക്ഷമാണെങ്കിലും കൊള്ളാം, ഭൂരിപക്ഷമാണെങ്കിലും കൊള്ളാം, ഇവർ ന്യൂനപക്ഷത്തിന് മാത്രമായിട്ട് എന്ത് സംവരണമാണ്? അത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യത്തിലും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എത്ര ശതമാനം സംവരണം രാജ്യത്ത് ഇപ്പോൾ നിലവിലുണ്ട്? ഇപ്പോൾ നമ്മൾക്ക് ഒരു 10% സംവരണം മറ്റേ സവർണർക്ക് അല്ലെങ്കിൽ സവർണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അത് പുതുതായി ചേർത്തത്. നേരത്തെ എത്രയുണ്ട്? 49.5%. അതെ അതെ. അതിൽ ന്യൂനപക്ഷത്തിന് എത്രയുണ്ട്? ബാക്കിയുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്? അല്ലെങ്കിൽ സംവരണം ആദ്യം ആർക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആരാണ് ഭൂരിപക്ഷം, ആരാണ് ന്യൂനപക്ഷം? ഇവിടെ നമ്മുടെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജനങ്ങളെയാണ് നമ്മൾ ന്യൂനപക്ഷമായിട്ട് പരിഗണിച്ച് ജാതി സംവരണം. താഴേക്കിടയിലുള്ള സമുദായം എന്ന് വെച്ചാൽ സമുദായം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് അതിലൊന്നും നിങ്ങൾക്ക് വ്യക്തതയില്ല. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സെൻകുമാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന പോലീസിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴായാലും UDF ഭരിക്കുമ്പോഴായാലും അദ്ദേഹം പോലീസിൽ പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നത് ഭരണഘടന മാറണം എന്ന് മാത്രമല്ല, വിശ്വാസി സമൂഹം ഈ വജ്രായുധം 2019 2021 ഉപയോഗിക്കണം എന്ന്. ഇനി മതാമൃതാനന്ദമയിയുടെ കാര്യത്തിലേക്ക് പോയാൽ, മതാമൃതാനന്ദമയി ഇന്നലെ കീജയ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, തെക്കൻ കേരളത്തിലെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ കൈരളി TV-യിലെ മതാമൃതാനന്ദമയിയെക്കുറിച്ച് വന്ന ഒരു അഭിമുഖമാണ് പിന്നീട് 4-5 ലോക്സഭാ സീറ്റിൽ തോൽപ്പിച്ചത് എന്നാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പത്രങ്ങളിൽ വന്ന വാർത്തയിലൂടെ ഞാനത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കീജയ് വിളിച്ചുകൊണ്ട് മാതാ അമൃതാനന്ദമായി മുന്നോട്ട് വരുമ്പോൾ, അതും ഒരു സംഘപരിവാർ വേദിയിൽ മുന്നോട്ട് വരുമ്പോൾ, ആനത്തലവട്ടം ആനന്ദൻ ഉള്ളിൽ നിന്ന് താങ്കൾക്ക് എന്താ പറയുക, ഹൃദയം മിടിക്കുന്നില്ലേ? നികേഷ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കൂടുതൽ കിട്ടും, എത്ര വോട്ട് കുറയും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക മാത്രം വെച്ചുകൊണ്ട് അല്ല അതിൻ്റെ നയവും നടപടികളും സ്വീകരിക്കുക. ഒരു ശരിയായ നയത്തിന് വേണ്ടി, നിലപാടിന് വേണ്ടി നിൽക്കും. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് തോറ്റുപോയെന്ന് വരാം,
തെരഞ്ഞെടുപ്പ് ജയിച്ച ആ നിലപാടിൻ്റെ നിലപാട് ശരിയാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നും വരാം. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ആ വിധി നടപ്പാക്കാൻ ഇന്ന് അമൃതാനന്ദമയ്യാണ് ഇവിടുത്തെ ഭരണാധികാരി എങ്കിലും നടപ്പാക്കേണ്ടേ? നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് സെൻകുമാറാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നാൽ സെൻകുമാർ നടപ്പാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ സെൻകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭരണഘടന മാറ്റണമെന്ന്. ഭരണഘടന വേണ്ടെന്ന്. ഒരു നിയമവാഴ്ചയുള്ള രാജ്യത്ത് ആ നിയമവാഴ്ച നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണോ അപരാധം? ആ നിയമവാഴ്ച നടക്കുന്നതിനെതിരായി കുറേ ആളുകൾ ബഹളമുണ്ടാക്കിയാൽ, വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയാൽ അതിന് സറണ്ടർ ചെയ്യലാണോ? അങ്ങനെ സറണ്ടർ ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിൽക്കാൻ നോക്കുമോ? നേരും നെറിയുമില്ലാത്തവർക്ക് മിനിറ്റിന് അഭിപ്രായം പറയാം. വിധി വന്നപ്പോൾ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞു സുപ്രീം കോടതി വിധി വന്ന് നടപ്പാക്കാതിരിക്കാൻ നിർവാഹമില്ല. രമേശ് ചെന്നിത്തലയും അത് തന്നെയാണ് പറഞ്ഞത്. RSS 2 വർഷത്തിന് മുമ്പേ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രാതിനിധ്യമാണെന്ന്. DGP ആയിരുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന DGP ആയിരുന്ന ശ്രീ TP സെൻകുമാർ പറയുകയാണ് ഇവിടെ ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും വ്യത്യസ്ത നിയമങ്ങളാണ്, അതിൽ മാറ്റം വരണം. ഭരണഘടനയിലെ ന്യൂനപക്ഷങ്ങളുടെ അത്ര തന്നെ അധികാരം ഭൂരിപക്ഷത്തിനും വേണം എന്ന്. മതാമൃതാനന്ദമയിലേക്ക് എന്താ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കൾ കടക്കാതിരിക്കുന്നത്? കീ ജയ് എന്ന മുദ്രാവാക്യം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും മാതാമൃതാനന്ദമായി വിളിച്ചത് എവിടെയെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടോ? ശബരിമല ശാസ്താവേ കീ ജയ്, ശരണമയ്യപ്പ സ്വാമിയെ കീ ജയ്. ഞാൻ അവരുടെ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. നോക്കൂ, എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാക്കി കുത്തിനോവിച്ച് അതിൽ നിന്നെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസാനം കൊയ്യാൻ പോകുന്നത് ഈ മത നേതാക്കളെല്ലാം തന്നെയും ഈ സമുദായങ്ങളെല്ലാം തന്നെയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയിലേക്കല്ലേ? അവരെല്ലാം തന്നെയും കൺസോൾഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ ചെന്നെത്തിച്ചിരിക്കുന്നത്? അത് ഞങ്ങൾക്ക് മതങ്ങളോടും ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും ഒരു സമീപനമുണ്ട്. ഞങ്ങൾ മതം നിൽക്കുന്ന നിരാശയും നടത്തുന്ന പാർട്ടിയല്ല. അതിന് മതത്തെയും ആചാരങ്ങളെയും ഒക്കെ അതുപോലെ തന്നെ ആദരിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ മതവിശ്വാസികളെല്ലാവരും കൂടി ചേർന്ന് എതിർക്കുമെന്നും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പുരോഗമന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നിൽക്കുന്നവർ ആകാശത്ത് പൊട്ടിവീണവരല്ല. ഇവിടെ ജനിച്ച് വളർന്ന മതബന്ധങ്ങളോടും വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒക്കെ ബന്ധമുള്ളവരാണ്. അവരെല്ലാ പാർട്ടിയിലുമുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഒരു കുത്തകയാണെന്ന് പറഞ്ഞ വിശ്വാസികളെല്ലാം ഞങ്ങളുടെ കൂടെ, അവിശ്വാസികളൊക്കെ മറ്റുള്ള കൂടെ. അതൊക്കെ ദിവാസ്വപ്നം കാണുകയാണ്. അതൊന്നും ഫലമാകാൻ പോണില്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഇവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. അവരാണ് പ്രാമുഖ്യം വരുന്നത്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ദയനീയമായ പരാജയം പറഞ്ഞ ഒരു ഭരണകൂടം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതൊരു തുറുപ്പ് ചീട്ടാക്കി വിശ്വാസികളെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുഴുവൻ തങ്ങളുടെ വേലിക്കകത്ത് നിർത്താമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അതൊന്നും നിൽക്കാൻ പോണില്ല. ജനങ്ങൾ വസ്തുത മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി അവിടെ നിന്നെടുത്ത് നിൽക്കും. തെറ്റിദ്ധാരണയാണ്. മതമേധാവികളെല്ലാം കൂടി ചേർന്നാൽ ജനങ്ങളൊക്കെ മതമേധാവികളുടെ കൂടെ പോകും. പണ്ട് കാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? TP സെൻകുമാറിന്റെ വിഷയത്തിലേക്ക് ഞാൻ ആദ്യം വരുന്നു. ശ്രീ TP സെൻകുമാർ പറയുന്നത് ഭരണഘടനയിൽ നമ്മൾ കേഴുന്നത് കരയുന്നത് ഭൂരിപക്ഷത്തിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്കും വേണം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി വെച്ചാൽ അന്ന് തീരും ഈ പ്രശ്നങ്ങൾ എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. നികേഷേ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന്. അപ്പൊ അതാണിപ്പോ സെൻകുമാറിന്റെ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം രാജാവിനില്ലാത്ത താല്പര്യം രാജ്യകാര്യങ്ങൾ മന്ത്രിക്ക് വന്നാൽ ദുരുദ്ദേശമാണ്. ഇന്നുവരെ BJPയുടെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ പറയാത്ത കാര്യമാണ് സെൻകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം BJPയിൽ ഇപ്പോൾ ഇന്നലെ ഒരു യോഗത്തിൽ പങ്കെടുത്ത്, അവരുടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഇത് BJP പറയുന്ന കാര്യമാണല്ലോ. കാരണം കഴിഞ്ഞ 4.25 വർഷക്കാലത്തെ ഭരണമെടുത്താൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന നമ്മുടെ ഹമീദ് അൻസാരി പോലും പറഞ്ഞു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഖിന്നരാണ്. അപ്പോഴെന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് പാകിസ്ഥാനിൽ പോകാനാ പറഞ്ഞത്. അപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടൽ BJPയുടെ അജണ്ടയിൽപ്പെട്ട ഒന്നാണ്.
അപ്പൊ BJPയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായി കടന്നു വന്ന ശ്രീ സെൻകുമാർ, ആ സെൻകുമാർ രാജാവിനേക്കാൾ കൂടുതൽ വലിയ രാജഭക്തി കാണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, UDF-ന്റെയും LDF-ന്റെയും കാലഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഓഫീസർ ആയിരുന്നു ശ്രീ TP സെൻകുമാർ എന്ന്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ TP സെൻകുമാർ ആയിരുന്നു ഉമ്മൻചാണ്ടി നിയോഗിച്ച DGP, ക്രമസമാധാന ചുമതലയുള്ള. പക്ഷേ പിണറായി വിജയൻ വന്നപ്പോൾ ആ DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റി. ആ വിഷയം അടിയന്തര പ്രമേയമായി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമൊന്നുമല്ല TP സെൻകുമാർ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്, രേഖയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഈ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മതമേലധ്യക്ഷന്മാരൊന്നുമല്ല, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടോ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ? നികേഷിന്റെ ആ വിലയിരുത്തൽ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ശ്രീ K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സെൻകുമാറിനെ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അതിനെ ശക്തമായിട്ടന്ന് അനുകൂലിച്ച ഒരാളല്ല, എതിർത്ത ആളാണ്. അന്ന് ശ്രീ K. കരുണാകരൻ എന്നെ വിളിച്ചു പറഞ്ഞത്, ശ്രീ സെൻകുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അത് അയാൾ വളരെ നിഷ്പക്ഷമായി നീതിപൂർവമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓഫീസറാണ്, അതുകൊണ്ട് മറ്റു പോലീസ് ഓഫീസർമാരോട് ചെയ്യുന്ന പോലെ ഒരു കാര്യത്തിലും അയാളോട് ഉടക്കാൻ പോയാൽ അയാൾ കോൺഗ്രസിന്റെ അനുഭാവിയല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്, അത് നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ ഒരു കാര്യവും നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ ക്രമസമാധാന പരിപാലനത്തിന് ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ശ്രീ സെൻകുമാർ എന്ന് അന്ന് എന്നോട് കരുണാകരൻ പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായിരുന്നു. കാരണം അദ്ദേഹം വളരെ സത്യസന്ധനായ നല്ല ഓഫീസറാണ്. പക്ഷേ ഈ ഗവൺമെന്റ് വന്നിട്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ആരംഭിച്ചു. അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ വെച്ചു. അദ്ദേഹം സകല നിയമ പോരാട്ടങ്ങൾ നടത്തി. അവസാനം ഇന്ത്യയുടെ പരമോന്നതമായ കോടതി പോയി ആ കോടതിയിൽ നിന്ന് ലഭിച്ചിട്ട് വന്നിട്ടും അദ്ദേഹത്തിന് സുപ്രീം കോടതി ആ സ്ഥാനം മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും ആ മടക്കി കൊടുത്ത സ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം സമ്മതിച്ചില്ല. അദ്ദേഹത്തെ വീണ്ടും ഈ മുഖ്യമന്ത്രി ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം പൊറുതി മുട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം പോയത്. അപ്പൊ സ്വാഭാവികമായി ശത്രുവിന്റെ ശത്രു മിത്രം, അതാണ്. അദ്ദേഹത്തിനിപ്പോ പിണറായി വിജയനോട് പ്രതികാരം ചെയ്യാൻ കോൺഗ്രസിൽ വന്നാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം തെരഞ്ഞെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ വരെ പൊതുജന സമൂഹത്തിലുണ്ടായിരുന്ന പ്രതിച്ഛായ ഈ തീരുമാനമെടുത്തോടുകൂടി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ഗുണഗണങ്ങളെയും ഈ ഒരൊറ്റ തീരുമാനത്തോടുകൂടി ആളുകൾ തള്ളിപ്പറയാൻ ആരംഭിച്ചു. എന്തായാലും ഇതൊരു തെറ്റായ തീരുമാനമാണ് ശ്രീ സെൻകുമാർ എടുത്തത്. ശ്രീ പിണറായി വിജയനോടുള്ള ശത്രുത നീക്കാൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചത് വഴി അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നോക്കൂ, നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയനോടുള്ള വിരോധം കാരണമാണ് സെൻകുമാർ RSS ആയത് എന്നാണ്. അദ്ദേഹം ഒരു ടെലിവിഷൻ ചർച്ചയിലും അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നു. ബുദ്ധി വെളിവ് വന്നാൽ, ബുദ്ധി ഉണ്ടായാൽ ആളുകൾ RSSഉം സേവാഭാരതിയും ഒക്കെ ആകുമെന്ന്. സമീപകാലത്തെ മാറ്റമെന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. അല്ല നികേഷേ, സെൻകുമാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീ കരുണാകരനും തെറ്റിദ്ധരിച്ചു കാണും ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അതാണ് എനിക്ക് എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താനോട് ശ്രീ കരുണാകരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സെൻകുമാർ തന്നെ ഈ അടുത്ത കാലത്ത് വെളിപ്പെടുത്തി, എനിക്ക് അറിവായ കാലം മുതൽ ഞാനൊരു BJP മൈൻഡാണ്, RSS മൈൻഡാണ്, ഞാനിപ്പോൾ അവിടെ ചെന്നില്ല. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ ശ്രീ കരുണാകരനെയും കബളിപ്പിച്ചു, മറ്റുള്ളവരെയൊക്കെ കബളിപ്പിച്ചു. തൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞല്ലോ. ഞാനൊരു RSS ആണ്, BJP മൈൻഡാണ്, അറിവായ കാലം മുതൽ അതാണ് നിൽക്കുന്നത്. അത് ഇപ്പോൾ ആ പാളയത്തിൽ പോയി. അതിനപ്പുറം നമുക്ക് വേറെന്താ പറയാൻ? അതിൽ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരിപ്പോ ശരി അത് നില മനസ്സിലാക്കി
പിണറായി വിജയൻ എങ്ങനെ മനസ്സിലായി? പിണറായി വിജയൻ നിയമസഭയിൽ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞല്ലോ, കേട്ടില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമൊന്നും അല്ല ഇപ്പോ പിണറായി സെൻകുമാർ കൊണ്ടു നടക്കുന്നതെന്ന്. ഇതേ സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ടെലിഫോൺ റെക്കോർഡിംഗ് തുടങ്ങിയത് കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണെന്ന്. അല്ല, പിണറായി വിജയന് നമുക്കാർക്കും കാണാൻ കഴിയാത്തത് പിണറായി വിജയന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മഹത്വം. അങ്ങനെ പിണറായി വിജയൻ അങ്ങനെ പ്രത്യേക ജ്ഞാനമൊന്നുമില്ലല്ലോ, ദിവ്യദൃഷ്ടിയൊന്നുമില്ലല്ലോ പിണറായി വിജയൻ. കഴിഞ്ഞിരുന്നില്ല, പിണറായി വിജയന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നിയമസഭയിൽ ശ്രീ പിണറായി വിജയൻ അത് പറഞ്ഞത്. പിണറായി വിജയന് ദിവ്യദൃഷ്ടിയൊന്നും ഇല്ലല്ലോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. പിണറായി വിജയന് ശരിയാണ് ടി.പി. സെൻകുമാറിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആനത്തലവട്ടം ആനന്ദൻ രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെയും ടെലിവിഷനുകളിലൂടെയും ജനങ്ങളിലൂടെയുള്ള സംവേദനത്തിലൂടെയുമാണ് എങ്കിൽ അതേ ശേഷി തന്നെ മാത്രമേ പിണറായി വിജയനും ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയന് ഇനി ജ്ഞാനദൃഷ്ടി വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ദൃഷ്ടിയുണ്ടോ? ശ്രീ ടി.പി. സെൻകുമാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെലിഫോൺ റെക്കോർഡിംഗ് തുടങ്ങിയത് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ ടെലിഫോൺ റെക്കോർഡിംഗ് തുടങ്ങിയത് കോടിയേരി ബാലകൃഷ്ണനാണ്. അത് സ്വാഭാവികമായും പരമ്പരാഗതമായി പിണറായി വിജയനെ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് എനിക്കോ ഉണ്ണിത്താനോ കാണാൻ കഴിയാത്തതും കാണാൻ കഴിയാതിരുന്നതും ശ്രീ കരുണാകരന് പോലും കാണാൻ കഴിയാതിരുന്നത് അധികാരത്തിലിരിക്കുന്ന അവസരത്തിൽ ശ്രീ കരുണാകരനും കാണാൻ കഴിയേണ്ടതാണ്. പക്ഷെ അന്ന് ഇതേപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പിണറായി വിജയൻ കണ്ടത് ശരിയാണെന്ന് വന്നല്ലോ. എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുന്ന നമുക്കറിയില്ല. അദ്ദേഹം മനസ്സിലാക്കിയത് ശരിയായല്ലോ. ഇപ്പോൾ ശരി, മടങ്ങിയെത്താം. ശ്രീ സന്തോഷ് കണ്ണൻ, ഭരണഘടന മാറ്റണം എന്ന് ശ്രീ ടി.പി. സെൻകുമാർ വിളിച്ചു പറയുമ്പോൾ അത് ഇന്നലത്തെ ആ സംഗമത്തിൻ്റെ പൊതു ആവശ്യമായിട്ടാണോ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്? സാർ, ശബരിമല വിഷയവുമായിട്ട് സംബന്ധിച്ച് ഹിന്ദുക്കളുടെ മേൽ ഒരു ഇതിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലാണ് ശബരിമല കാണാൻ കഴിഞ്ഞത്. നമുക്ക് ഈ 125 ദിവസം പിന്നിടുമ്പോഴും നമ്മൾ ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കൾ അയ്യപ്പ സംരക്ഷണ ഇത് ഒരു 97% വിജയിച്ചതായിട്ടാണ് എന്നെപ്പോലെയുള്ള സാധാരണ ഭക്തർക്ക് തോന്നിയിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നമ്മുടെ ഹർജി പരിഹരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. അതിന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇപ്പോൾ അയ്യപ്പ ധർമ്മ സമിതി നടത്തിയ സമരങ്ങളെല്ലാം വിജയമായിരുന്നു എന്നാണ് എന്നെപ്പോലെയുള്ള സാധാരണ അയ്യപ്പന്മാരുടെ ഇതിൽ BJP-യുടെ കയ്യോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ ഇതൊന്നും ഞങ്ങൾക്ക് സംഘപരിവാറിന്റെ നിയന്ത്രണം, RSSന്റെ നിയന്ത്രണം ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇല്ല സാർ. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ അയ്യപ്പൻ്റെ ആചാരങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടന്നു പോകണം. ഇനിയും ആ ആചാരങ്ങൾ തുടർന്ന് അയ്യപ്പനെ പൂർവാധിക ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അയ്യപ്പ ധർമ്മങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് അടുത്ത ഭരണത്തിനെ കുറിച്ചോ അടുത്ത ആര് വന്ന് ഏത് ഭരണം വന്നു കഴിഞ്ഞാലും അയ്യപ്പ സംരക്ഷണം നിലനിർത്തി കൊണ്ടുപോകണം. ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു ഭരണകൂടവും കൈകടത്താതെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട നിയമനിർമ്മാണങ്ങൾ വേണ്ടി വന്നാൽ അതും ചെയ്യണം. നോക്കൂ, ഇപ്പോൾ മാതാമൃതാനന്ദമയ്യായാലും ടി.പി. സെൻകുമാർ ആയാലും അവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ പൊതുവായി ചർച്ച ചെയ്ത് വരികയാണ്. ചിദാനന്ദപുരി കൊളത്തൂർ അദ്വൈതാശ്രമം അദ്ദേഹം പറയുന്നത് ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരുന്നതിന് കാരണം പിണറായി വിജയനാണ്, അതിന് അദ്ദേഹത്തോട് കടപ്പാട് ഒരു രാജാവാണെന്നാണ് പിണറായി വിജയൻ്റെ വിചാരം. തീർച്ചയായും അതൊരു സത്യമാണ് സാർ. ഇവിടെ ഹിന്ദുക്കൾ പല തട്ടിൽ സവർണൻ അവർണൻ ആ കാസ്റ്റ് ഈ കാസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ നിന്നും ഇപ്പോൾ ഹിന്ദു എന്നുള്ള ഒരു യൂണിറ്റിയിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചില പിന്തിരിപ്പൻ നയങ്ങൾ തന്നെയാണ് സാർ കാരണം. അയ്യപ്പനെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരന്നു എന്നാണ് ചിദാനന്ദപുരി അവകാശപ്പെടുന്നത്. അവിടെ പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സവർണരുടെ ഒരു മേൽക്കോയ്മയാണ് ആ പറയുന്ന മഹാസംഗമത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. സവർണ സംഗമമാണ് അത്രേ നടന്നത്. തീർച്ചയായും ഹിന്ദുക്കളുടെ ഒരു മഹാസംഗമമാണ് സാർ അവിടെ നടന്നത്. ഹിന്ദു എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ പറയും പോലെ വിവരമുള്ളവരൊരു കൂട്ടായ്മയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അത് ഈ വിവരമുള്ളവരെല്ലാവരും സവർണരാണോ എന്ന് എനിക്ക് ഒരു ഇതുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ അമ്മ
എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കുചേർന്നിരുന്നു. ഇവരൊക്കെ സവർണരാണ് എന്ന് പറയും. ഇവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ രാവിലെ ഒരു കാര്യം പറയുന്നു, സമിതിയുടെ അഭിപ്രായമാണോ അതോ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. രാവിലെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അദ്ദേഹമാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് മാഗ്നറ്റാണ് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ. അദ്ദേഹം ഒരു ഹിന്ദു സമുദായത്തിൻ്റെ മേൽത്തട്ടിലിരുന്ന് ആജ്ഞാപിക്കാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഒരു വളർത്തുമൃഗത്തിനെ വളർത്തിയാൽ അത് ചില സമയങ്ങളിൽ നമുക്ക് വേണ്ട സിഗ്നലുകൾ തരും. കള്ളനാ വരുന്നത് കള്ളനാന്നുള്ളതിന് അത് നമുക്ക് കഴിയും. ഈ തെരുവിൽ കിടന്ന് വളരുന്ന ഈ ജീവികൾ അത് വെറുതെ ഒരു എല്ലും കഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അപ്പോഴുള്ള അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ കുറയ്ക്കാറുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തിന് ഒരു കേൾക്കണമെന്ന് കടുത്ത താരതമ്യത്തിലേക്കൊന്നും പോകണ്ട. ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, ഈ മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണം, ആത്മീയ കേന്ദ്രങ്ങൾ, ആൾദൈവങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഇടപെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അമൃതാനന്ദമായി മഠത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഇന്നിപ്പോൾ ശബരിമലയുടെ വിഷയത്തിലാണെങ്കിൽ പോലും കി ജയ് വിളിക്കുന്ന മാതാ അമൃതാനന്ദമയ്യെ കാണുമ്പോൾ ചിലപ്പോൾ ഹർഷപുളകിതനായേക്കാം. പക്ഷേ ആ നിലയിൽ രാഷ്ട്രീയ വേദിയിൽ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെടുന്നത് എത്ര കണ്ട് ഉചിതമാണ്? രാഷ്ട്രീയ പ്രശ്നത്തിൽ മതവും ഞാൻ ചോദിച്ചത് ക്ഷമിക്കണം, ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനോടാണ് ചോദിച്ചത്. എന്നോട് ക്ഷമിക്കണം ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനോടാണ് ചോദിച്ചത്. ഞാൻ പേര് തെറ്റായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, നേരത്തെ ഞാൻ ചോദിച്ചത് ഇതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അമൃതാനന്ദമയിയുടെ മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണം, ആത്മീയ കേന്ദ്രങ്ങൾ, ആൾദൈവങ്ങൾ എന്നിവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്, അത് നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ മാതാ അമൃതാനന്ദമയി നേരിട്ട് പങ്കെടുത്തത് ശരിയായില്ല, ഉചിതമാണോ എന്ന് ചിന്തിക്കണം. മാതാ അമൃതാനന്ദമയിയുടെ മഠം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള സങ്കലനം തന്തയില്ലാ പടപ്പുകൾ സൃഷ്ടിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താനോ കൂട്ടിക്കുഴയ്ക്കാനോ ഒരുമിച്ച് പോകാനോ പാടില്ല. രണ്ടും രണ്ടാണ്, രണ്ടിൻ്റെയും സങ്കല്പം വെവ്വേറെയാണ്. ഇവിടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ണൻ എന്താ പറഞ്ഞത്? അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ മാത്രമല്ല. കണ്ണന്റെ പ്രസ്താവന തെറ്റാണ്. ലോകത്ത് മതപരമായ വിവേചനമില്ലാത്തൊരു ക്ഷേത്രമാണ് ശബരിമല. ജാതീയമായ വിവേചനം അവിടെ ഇല്ല. ആനന്ദലവട്ട ആനന്ദൻ സമ്മതിക്കത്തില്ലെങ്കിലും ലിംഗപരമായ വിവേചനം അവിടെ ഇല്ല. അപ്പോ ശബരിമലയെ ഒരു ഹൈന്ദവ ആസ്ഥാനമാക്കി ഒരിക്കലും നമ്മൾ മാറ്റാൻ പാടില്ല. ഇപ്പോ മാതാ അമൃതാനന്ദമയ്യെ പണ്ടും മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിച്ചിട്ടുണ്ട്. കൈരളി ചാനൽ ലണ്ടനിൽ പോയി ഒരു ഇന്റർവ്യൂ എടുത്ത് അവരെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കുന്ന, അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം കേരളത്തിലുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവിടെ മാതാ അമൃതാനന്ദമയി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുത്തിട്ടില്ല. അവർ നിഷ്പക്ഷമായി നീതിപൂർവമായി പ്രവർത്തിക്കുന്നു. പക്ഷേ അയ്യപ്പന്റെ വിഷയത്തിൽ അവര് മാത്രമല്ല, ഒരുപാട് ആളുകൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ചതിൽ പിണറായി വിജയന് ഒരു ക്രെഡിറ്റ് തന്നെയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ. മാതാ അമൃതാനന്ദമയിൽ ഹിന്ദുക്കൾ മാത്രമാണോ വിശ്വസിക്കുന്നത്? മാത്രമല്ല, ഇന്നലെ ഒരു സവർണ സംഗമമെന്ന് ഞാൻ പറയില്ല. കാരണം പ്രകാശ് ആനന്ദ അവിടെ ഉണ്ടായിരുന്നല്ലോ. മാതാ അമൃതാനന്ദമയി ഒരു സവർണയാണോ? അല്ല. അപ്പൊ സ്വാഭാവികമായി അതൊരു സവർണ സംഘമായി കാണണ്ട, അത് ഒരു രാഷ്ട്രീയ സംഘമായി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം രാഷ്ട്രീയ സംഘമാണെങ്കിൽ BJP-ക്കാർ എരച്ച് അധ്യക്ഷവേദി കയറും, ഒരെണ്ണത്തിനെ കയറ്റില്ല. അപ്പോ അയ്യപ്പന്റെ നാമധേയത്തിൽ കേരളത്തിൽ പുറപ്പെട്ടിരിക്കുന്ന ഒരു ജനതതിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ട അയ്യപ്പ കർമ്മസമിതിക്കുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട ഒരിക്കലും കേരളത്തിൽ ചെലവാവില്ല, വടക്കേ ഇന്ത്യയിൽ ചെലവാകും. ഇവിടെ ചെലവാകുന്ന പ്രശ്നമില്ല. പക്ഷേ
ആനത്തലവട്ട ആനന്ദം പറഞ്ഞൊരു ചെറിയതുണ്ട്. ഇതൊരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആണ്. ശബരിമലയിൽ ലിംഗസമത്വം വേണം, സ്ത്രീ പുരുഷ സമത്വം വേണം. അല്ലാതെ ഇതെപ്പം അവിടെ യുവതികളെ കയറ്റണമെന്നോ എങ്ങനെ കയറ്റണമെന്നോ സുപ്രീം കോടതിയുടെ വിധിയിലില്ല. ഒരു എക്സിക്യൂട്ടീവ് ജഡ്ജ്മെന്റ് അല്ല ഇത്. പക്ഷേ പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ മറവിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട യുവതി പ്രവേശനം അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് വഴി കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളായ സമൂഹം പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട. മാതാ അമൃതാനന്ദമയെ ആക്രമിച്ചാൽ അവരിൽ വിശ്വസിക്കുന്ന ഒരുപാട് മാർക്സിസ്റ്റുകാരുണ്ട്. അവരും തിരിയും, യാതൊരു രംഗവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ വിനാശകാലേ വിപരീത ബുദ്ധി. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ ഈ ആനന്ദനോട്ട ആനന്ദം പറഞ്ഞ പോലെ പിണറായി വിജയന് ഒരു ആറാം ഇന്ദ്രിയമില്ല. പിണറായി വിജയന്റെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കില്ല. പിന്നെ ആര് പിണറായി വിജയനെ എതിർക്കുന്നോ അവരെല്ലാം ഇപ്പൊ സംഘികളാണ്. KPC പ്രസിഡന്റ് സംഘിയാണ്, പ്രതിപക്ഷ നേതാവ് സംഘിയാണ്, രാഹുൽ ഗാന്ധി സംഘിയാണ്. പിണറായി വിജയന് ഹല്ലേലൂയ പാടിയാൽ അവരെല്ലാം മതേതരവാദികൾ, അദ്ദേഹത്തെ എതിർത്താൽ അവരെല്ലാം സംഘികൾ. ഇപ്പൊ അതാണ് കേരളത്തിലെ സ്ഥിതി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ഭരണത്തെക്കുറിച്ചോ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല. അവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ആരവരെ എതിർക്കുന്നു അവര് സംഘി. RSS BJP ഇങ്ങനെ മുദ്രയടിച്ച് ന്യൂനപക്ഷത്തിന്റെ വോട്ട് തട്ടിയെടുക്കാൻ ഹീനമായ ശ്രമമാണ് ഇവിടെ പിണറായി വിജയൻ നടക്കുന്നത്. പക്ഷേ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാകും ഈ വിശ്വാസത്തിന് കേരളത്തിൽ എത്ര വിലയുണ്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടി. ശരി, ശ്രീ ആനത്തലവട്ട ആനന്ദൻ മറുപടി. ഒപ്പം തന്നെ ഈ ചിദാനന്ദപുരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചിദാനന്ദപുരിയുടെ പ്രസംഗവും ഒരുപക്ഷെ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്നതായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരന്നതിന് കാരണം പിണറായി വിജയനാണ് എന്നാണ്. രാജാവാണെന്ന തോന്നലാണ് പിണറായി വിജയനുള്ളത് എന്നാണ്. നോക്കൂ, ഈ വിഭാഗങ്ങളെല്ലാം തന്നെയും എപ്പോഴും BJPയോട് സംഘപരിവാറിനോട് യോജിച്ചു പോകുന്നവരല്ല. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM ആയിരുന്നില്ല മതാമൃതാനന്ദമയിയെ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അപഹസിച്ച് സംസാരിച്ചത് എന്നുള്ളത് വസ്തുതാപരമായ വിവരങ്ങളാണ്. അവരെ വിളിച്ച പേര് ഞാനിവിടെ ഒന്നുകൂടി ആവർത്തിച്ച് അവർക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നില്ല. നോക്കൂ, ഇന്നിപ്പോൾ അമൃതാനന്ദമയി BJPയുടെ സംഘപരിവാറിൻ്റെ വേദിയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എത്തിച്ചത് CPM ആണ്, പിണറായി വിജയനാണ്. CPM അവരെ അവിടെ എത്തിച്ചതല്ല, അവർക്ക് അവിടെ എത്തത്തക്ക വിധത്തിലുള്ള ഒരുപാട് സ്വാധീനങ്ങളും പ്രഷറും മറ്റൊക്കെയുള്ള കാണും. അത് അങ്ങനെയാണെന്ന് അവരാണ് അത് പറയേണ്ടത്. CPM അവരവിടെ കൊണ്ട് എത്തിക്കുന്നതിന് ഒരു പണിയും ചെയ്തിട്ടുമില്ല. പിന്നെ ഇവിടെ ഈ വിവാദങ്ങൾ ഇപ്പോൾ എൻ്റെ ഉണ്ണിത്താൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു പിണറായി വിജയനെ നിൽക്കുന്നവരെയൊക്കെ സംഖ്യകളായി ആക്കും എന്ന് പറയുകയുണ്ടായി. പിണറായി വിജയൻ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞില്ല, എന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞില്ല, എപ്പോൾ നടപ്പാക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50ഓളം റിവിഷൻ ഹർജിയുമായിട്ട് പോയല്ലോ. ഒരു സ്റ്റേ വാങ്ങിച്ചത് ഇപ്പം ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുമെന്ന് പറഞ്ഞില്ല വിധി വന്ന ഉടനെ. ആ വിധിയിൽ പറഞ്ഞിരുന്നുവോ ഇപ്പം നടപ്പാക്കണ്ടെന്ന്, അല്ലെങ്കിൽ മകരവിളക്ക് എറിഞ്ഞ് നടപ്പാക്കിയാൽ മതിയെന്ന്? സാധാരണ എൻ്റെ സ്നേഹിതൻ ഉണ്ണിത്താൻ വക്കീൽ എന്നാണ് പറയുക. അഭിഭാഷകന്മാർക്കറിയില്ലേ, സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അത് ഭൂമിയിലെ നിയമമൊന്നല്ലേ. അതിങ്ങനെ ഈ പ്രായത്തിലുള്ളവർക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദ് ചെയ്ത് അവരെ വിലക്കിക്കൊണ്ടുള്ള വിധി റദ്ദ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ തുല്യത സ്ഥാപിച്ചുകൊണ്ട് വിധി ഉണ്ടായാൽ അതിന് പിന്നെ ടൈമുണ്ടോ? ടൈമുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയണമായിരുന്നു മകരവിളക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന്. സുപ്രീം കോടതി അത് പറയാതിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയനല്ല, നാളെ ഉണ്ണിത്താനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇങ്ങനെ നടപ്പാക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞ ആളെ കൺഫ്യൂസ് ചെയ്യിക്കാമോ? നിങ്ങൾ കുറേ പേര് അങ്ങനെയല്ല ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഹിന്ദു ഐക്യം, മനുഷ്യരുടെ ഐക്യമല്ല, ഹിന്ദുവിൻ്റെ ഐക്യം. മറ്റ് മതവിഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മനുഷ്യരുടെ ഐക്യം എന്ന് പറയും നിങ്ങൾ, ഹിന്ദു എന്ന് പറയുന്നില്ലേ? ആരെല്ലാം പെടും? ഈ ഹിന്ദുമതത്തിൻ്റെ ആചാരന്മാർ, ഹിന്ദുമത പ്രമാണിമാർ ചേർന്നല്ലേ ഹിന്ദുമതത്തിൽ പെടുന്നവരാണോ ഈഴവർ? അതിൽ പെടുന്നവരാണോ പുലയനും പറയാനും ആദിവാസികൾ? അവരെയൊക്കെ നിങ്ങൾ പീഡിപ്പിച്ചതിൻ്റെ ഫലമല്ലേ ഡോക്ടർ അംബേദ്കർ 3 ലക്ഷം അവസാന നാളുകൾ അദ്ദേഹം 3 ലക്ഷം ദളിതരുമായി ബുദ്ധമതം സ്വീകരിച്ചത്? ഹിന്ദുമതത്തിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതല്ലേ?
ഹിന്ദുക്കളായ പലരും ഈ താഴ്ന്ന ജാതിയിലുള്ളവർ മതം മാറി ക്രിസ്തു മതത്തിൽ പോയി, ഇസ്ലാം മതത്തിൽ പോയി. ആരാണ് ഇടയാക്കിയത്? ഈ രാഷ്ട്രീയക്കാരെങ്കിലുമാണോ? അവർക്ക് പള്ളിക്കൂടത്തിൽ കയറാൻ നിവൃത്തിയില്ല, അമ്പലത്തിൽ കയറാൻ നിവൃത്തിയില്ല, കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ നിവൃത്തിയില്ല, റോഡിൽ നടക്കാൻ നിവൃത്തിയില്ല. ആരാണ് കൽപ്പിച്ചത്? ഇത്ര അടി അകലെ മാത്രമേ നടക്കാവൂ എന്ന് പറഞ്ഞത് ഈ ഹിന്ദു ആചാര്യന്മാരല്ലേ? ആ ആചാര്യന്മാരുടെ വിലക്ക് കണ്ട് സഹികെട്ടല്ലേ അവർ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ആയാലും ഇന്നലെ പ്രസംഗിച്ച ചിദാനന്ദപുരി ആയാലും ആംഗിൾ അവതരിപ്പിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളെ പോലെ വിശ്വാസമില്ലാത്ത ആളുകളാണോ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്? മാതാമൃതാനന്ദമയ്യെ ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കാം. ഈ നോക്കൂ, സ്ത്രീ പുരുഷ ഭേദമില്ല ഈശ്വര സന്നിധിയിൽ. ക്ഷേത്രാചാരങ്ങളിൽ പക്ഷെ കലർപ്പ് പാടില്ല. അവിടെ ഈശ്വരൻ്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും എന്നില്ല. പക്ഷെ അവിടെ ക്ഷേത്രാചാരമുണ്ട്. പല തലമുറകളായി മുന്നോട്ട് വരുന്ന ക്ഷേത്രാചാരങ്ങളുണ്ട്. അതിൽ കലർപ്പ് പാടില്ല. അങ്ങനെ ക്ഷേത്ര സങ്കല്പങ്ങൾ വിശുദ്ധമായ കൽപ്പനകളായി കാണണം, അത് പരിപാലിക്കപ്പെടണം. പെട്ടെന്ന് സുപ്രീം കോടതി വിധി വന്നു, അതിൽ രാജ്മോഹൻ ഉണ്ണിത്താനോ മാതാമൃതാനന്ദമയ്ക്കോ ഒന്നും എതിർപ്പില്ല. പക്ഷെ നിങ്ങൾ കയറി അവിടെ ഇരുട്ടിൻ്റെ മറവിൽ ആളെ കയറ്റുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പുണ്ടാകും. ആ എതിർപ്പാണ് ഇന്നലെ വലിയ സംഗമത്തിൽ കലാശിച്ചത്. അതാണ് ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചത്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഒരൊറ്റ മാതാമൃതാനന്ദമയ്യെ മാത്രമേ നിങ്ങൾ പ്രകോപിപ്പിച്ചിട്ടുള്ളൂ. വലിയ തിരിച്ചടി 4ഓ 5ഓ മണ്ഡലങ്ങളിൽ ഉണ്ടായി. നോക്കൂ, ഇപ്പോൾ ചിദാനന്ദപുരി പറയുന്നത് ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരന്നു. അതിൻ്റെ കാരണം പിണറായി വിജയനാണെന്നാണ്. ഓർത്തുകൊള്ളുക. അല്ല നികേഷേ, ചിദാനന്ദപുരിയുടെ പ്രസംഗം ഞാൻ ഇന്നലെ ടെലിവിഷനിലൂടെ കേട്ടു. അത് ശ്രീധരൻ പിള്ളയുടെയും അതുപോലെ സുരേന്ദ്രന്റെയും അതേ പ്രസംഗം. അവരെന്തൊക്കെയാണോ ഇവിടെ പ്രസംഗിച്ച് നടന്നത് അത് മുഴുവൻ ചിദാനന്ദപുരിയുടെ വായിൽ കൂടി വന്നു എന്നുള്ളത് മാത്രം രാഷ്ട്രീയമാണ്. ചിദാനന്ദപുരി ബിജെപിയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ കളിക്കാരാണെന്ന് പറഞ്ഞത്. ആ പ്രസംഗം നിങ്ങൾ നോക്ക്. അവർ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ ആവർത്തിച്ചു. എങ്ങനെ ആവർത്തിച്ചു? ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ പറയുന്ന ഒരാളെ വിദേശത്ത് പോയി അഭിമുഖമെടുത്ത് സംപ്രേഷണം ചെയ്തപ്പോൾ 4-5 സീറ്റുകൾ നഷ്ടമായി എന്ന് പാർട്ടി രേഖയിൽ പറയുന്നു. ഇന്നിപ്പോൾ ടാങ്കിൽ വളരുന്ന മത്സ്യം, സമുദ്രത്തിൽ വളരുന്ന മത്സ്യം തമ്മിലുള്ള താരതമ്യമൊക്കെ പ്രവഹിക്കുകയാണ് സഖാക്കന്മാരുടെ. ഇതൊക്കെ ആർക്കാണ്, എപ്പോഴാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ളത് ശ്രീ ആനത്തലവട്ടമാനന്ദൻ താങ്കൾക്ക് വ്യക്തതയുണ്ടല്ലോ. കഴിഞ്ഞ തവണത്തെ അനുഭവത്തെ മുൻനിർത്തി. വേണ്ട എന്നല്ല, നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കോളൂ. അല്ലല്ല, എനിക്ക് ശരിയായ വ്യക്തത ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഇവർ ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പണ്ട് കാലത്തെ ഉണ്ടായിരുന്നത് മാറ്റിയ നാടാണ് ഈ നാട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തുടരണമെന്ന് ഇനി ആര് വന്ന് പറഞ്ഞാലും. ഞാനിവിടെ ആചാരം അനുഷ്ഠാനമായിരുന്നല്ലോ ശൈശവ വിവാഹം. 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് ഉള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നല്ലോ. പുരുഷ ബന്ധമില്ലാതെ ആ സ്ത്രീകൾ 26 ലക്ഷം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് 1921 സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നത്. പെൺകുട്ടി പിറന്നാൽ അതുകൊണ്ടൊന്ന് അമ്പലത്തിൽ പൂജാരിക്ക് മുമ്പ് കാഴ്ച വെക്കണമല്ലോ. പൂജാരി വളർത്തിയെടുത്ത് അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ പഴയ ആചാരം. ആ ആചാരം വേണമെന്നാണ് ഇവരെല്ലാം വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ഭ്രാന്താണ് പറയുന്നത്? ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടി മരിക്കണമെന്ന് ആചാരമായിരുന്നില്ലേ ഭർത്താവിന്റെ ആത്മശാന്തി കിട്ടാൻ? അത് നിരോധിച്ചപ്പോഴത്തേക്ക് 70,000 പെണ്ണുങ്ങളെ കൊണ്ട് പ്രകടനം നടത്തിയവരല്ലേ ഈ യാഥാസ്ഥികത്വം. ആ 70,000 പെണ്ണുങ്ങൾ പ്രകടനം നടത്തുന്ന അന്ന് 8 കോടി ജനങ്ങളെ ഉള്ളു ഇന്ത്യയിൽ. ഇന്ന് 136 കോടി ജനങ്ങളുണ്ട്. അവിടെ 5,000, 6,000, 10,000 പേർ പ്രതിഷേധിച്ചാൽ ഒരു നിയമം അങ്ങ് മാറുമോ? ഈ അനാചാരമെല്ലാം നിലനിർത്തിയെടുക്കാൻ ഒക്കുമോ? ആരാ ഇതെല്ലാം വിജയിക്കുന്നത്? കാലം തെളിയിക്കും. ഇത് 10 വയസ്സിനും 50 വയസ്സിനിടയിലുള്ള പ്രായം ഇന്നുള്ള ജനസംഖ്യയിൽ 61%. 1 വയസ്സിനും 10 വയസ്സിനിടയിലുള്ളവരുടെ പ്രായം 14%. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 75%. 50 വയസ്സിന് മുകളിലുള്ളത് 25% ഉള്ള ജനസംഖ്യയിൽ ഈ വളർന്നു വരുന്ന തലമുറ ഈ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും കൂടെ നിൽക്കുമെന്നാണോ? മുറിച്ച് കടക്കും. അവര് കടന്നുപോയി കയറും, ക്ഷേത്രത്തിലും കയറും, എല്ലായിടത്തും കയറും. ആർക്കും ഒരു തടസ്സവും വേണ്ട. അവിടെ എത്ര വോട്ടുണ്ട്, എത്ര സീറ്റ് ജയിക്കുക, അതൊന്നും അല്ല പ്രശ്നം. ഖണ്ഡിതമായ നിലപാടുണ്ട്. ആ നിലപാട് ഇതാണ്: ഒരു സീറ്റ് പോലും ജയിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റില്ല. ഈ പറഞ്ഞ
അനാചാരങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം തന്നെയും കാലം നിശ്ചയദാർഢ്യത്തോടു കൂടി എതിരിട്ട് നിന്നതുകൊണ്ടാണ് അവയെല്ലാം മാറ്റിയെടുക്കാനായത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവർ പിൽക്കാലത്ത് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നവർ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ഇനി അതെല്ലാം വിട്ടുകളയാം, അതൊക്കെ ചരിത്രമാണ്. നമ്മളൊന്നും പുതുതായി കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മായ്ച്ചു കളയാനോ കഴിയില്ലല്ലോ. ഒരു സീറ്റ് പോലും കിട്ടിയില്ല എങ്കിൽ തന്നെയും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയാനുള്ള ഒരു പാർട്ടിയായി CPM മാത്രമല്ലേ ഉള്ളൂ? നികേഷേ, എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ആനന്ദനവട്ടം ആനന്ദൻ, അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ബഹുമാന്യമായ സുഹൃത്തിന് ആനന്ദനവട്ടം ആനന്ദന് അൾഷൈമേഴ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചു തുടങ്ങിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞതൊക്കെ എന്താ, 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് ആദ്യ പാദങ്ങളിൽ നമ്മുടെ ഈ രാജ്യത്ത് നടന്ന സംഭവവാസങ്ങളാണ്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലം, രാജഭരണം ഉണ്ടായിരുന്ന കാലം, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള കാലം, ഹോയ് ഹോയ് വിളിച്ചു മാറ്റി നിർത്തുന്ന കാലം, ആ കാലത്തെ മനുസ്മൃതിയുടെ കാലം, ആ കാലത്തെക്കുറിച്ച് ഇപ്പോഴും ആനന്ദപ്പെട്ട ആനന്ദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പുള്ളി അറിഞ്ഞിട്ടില്ല, ഇന്ത്യക്ക് ഒരു ഭരണഘടന വന്ന പുള്ളിക്ക് അറിയത്തില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൗലികാവകാശം കിട്ടിയ പുള്ളിക്ക് അറിയത്തില്ല. അപ്പോ ഇപ്പോഴും പുള്ളി പല കാര്യങ്ങൾ പറയാണ്, പഴയ നവോത്ഥാനമൊക്കെ. ഇപ്പോ കേരളം ഭരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, അധികാരമുള്ള ഒരാളാണ്. ഏതെങ്കിലും ഒരാളുടെ അവകാശങ്ങൾ ധ്വംസിച്ചാൽ നിയമപരമായി അവനെ പിടിച്ചകത്തിടാൻ അധികാരമുള്ള ആള് കേരളം ഭരിക്കുമ്പോ ആ അധികാരം വിനിയോഗിക്കാതെ മതിലുണ്ടാക്കാനും കവനപ്രസംഗം നടത്താനും അധരവ്യായാമം നടത്താനും തയ്യാറാകേണ്ട കാര്യമില്ല. ഇവിടെ സുപ്രീം കോടതിയുടെ 48 വിധിയുണ്ട്. അത് ക്രിമിനൽ ആകട്ടെ, സിവിൽ ആകട്ടെ, എന്തുമാകട്ടെ, സുപ്രീം കോടതി വിധിച്ചാൽ വിധിയാണല്ലോ. 48 വിധികൾ നടപ്പിലാക്കാതെ ക്യൂവിൽ നിൽക്കുക. ഇപ്പോഴും നടപ്പിലാക്കാൻ പേടിയാ. നടപ്പിലാക്കാത്തവരാ സുപ്രീം കോടതിയെ കുറിച്ചും ഭരണഘടനാ ബെഞ്ചിനെ കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ആനന്ദനമായിട്ടാണെന്ന് ചോദിക്കട്ടെ. ലോ ഓഫ് ദ ലാൻഡ്, നാടിന്റെ നിയമം ഒന്ന് ഞാൻ പറയാം. ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രതികൾ, അവർക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടിയാൽ, അവർ ജയിലിലടക്കപ്പെട്ടാൽ 14 വർഷത്തെ ശിക്ഷ പൂർത്തിയാകാതെ അവരെ ശിക്ഷയിൽ ഇളവ് ചെയ്യരുത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാ. അത് ലോ ഓഫ് ദ ലാൻഡ്. 209 പേർക്ക് അച്യുതാനന്ദൻ 14 വർഷം പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. ഇനി ജീവപര്യന്തം തടവിന് വിധിച്ച് അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് അവർക്ക് അവരുടെ കേസിൽ അപ്പീൽ ഉണ്ടെങ്കിൽ പരോൾ കൊടുക്കാൻ പാടില്ല. ചന്ദ്രശേഖരന്റെ കേസിൽ 2 അപ്പീലാ. ഒന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു, പിന്നൊന്ന് TP ചന്ദ്രശേഖരന്റെ വിധവ കൊടുത്തു. അപ്പീൽ നിലനിൽക്കുമ്പോ സുപ്രീം കോടതി വിധി ലംഘിച്ച് പരോൾ കൊടുക്കുന്നു, ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നു. ആ ആനന്ദനവട്ടം ആനന്ദന്റെ വായിന്ന് തന്നെ ഭരണഘടനയെ കുറിച്ചും സുപ്രീം കോടതി വിധിയെ കുറിച്ചും പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയാം, രാജ്മോഹൻ ഉണ്ണിത്താനും പിണറായി വിജയനും ആര് മുഖ്യമന്ത്രി ആയാലും ഈ വിധി നടപ്പിലാക്കാനുള്ള ഒരു ബാധ്യത ഇപ്പോഴില്ല. കാരണം ഇത് 49 റിവ്യൂ ഉണ്ട്, 5 റിട്ടുണ്ട്. അത് ഒരിക്കലും സ്വീകരിക്കത്തില്ലെന്നല്ലേ പിണറായി വിജയൻ ജനങ്ങളോട് പറഞ്ഞത്. ഈ റിവ്യൂ പെറ്റീഷൻ കിട്ടിയാലുടൻ ചവറ്റുകോട്ടയിൽ കളയും. മിസ്റ്റർ ആനന്ദനവട്ട ആനന്ദൻ, അപ്പീലിന് സ്റ്റേ കിട്ടും, റിവിഷൻ പെറ്റീഷന് സ്റ്റേ കിട്ടും. ചരിത്രത്തിൽ ഇന്നുവരെ റിവ്യൂ പെറ്റീഷന് സ്റ്റേ ഇല്ല. സ്റ്റേ ഉണ്ടെന്ന് പറയേണ്ട സ്റ്റേ ഇല്ലെന്ന് പറയേണ്ട കാര്യമേ ഇല്ല. റിവ്യൂ പെറ്റീഷന് എന്ന് എവിടെ സ്റ്റേ കൊടുത്തു? അപ്പീലിന് സ്റ്റേ കിട്ടും, റിവിഷന് സ്റ്റേ കിട്ടും, റിവ്യൂവിന് സ്റ്റേ ഇല്ല. ഇത് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ഒന്ന് പറഞ്ഞു എന്ന് വെച്ച് അതിൽ കയറി പിടിക്കണ്ട. ഇത് ഒരു സബ്ജുഡീസ് കേസാണ്. കാരണം 49 റിവ്യൂ, 5 റിട്ട്, അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഇത് സബ്ജുഡീസ് ആണ്. ഇത് നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത ഒരു മുഖ്യമന്ത്രിക്കും ഇല്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലില്ല, ആനന്ദനവട്ട ആനന്ദനാണെങ്കിലില്ല, നികേഷ് ആണെങ്കിലില്ല. ഒരു മുഖ്യമന്ത്രിയും ഈ വിധി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നവരെ, ലോ ഓഫ് ദ ലാൻഡ് ആകുന്നവരെ അനുസരിക്കേണ്ട കാര്യമില്ല. ഈ റിവ്യൂ തള്ളട്ടെ, റിട്ട് തള്ളട്ടെ, അതിനുശേഷം ആനന്ദനവട്ട ആനന്ദൻ പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിപ്പോഴും പ്രാഥമികത്തിൽ കഴിഞ്ഞാൽ ചോദിക്കട്ടെ, ഇവരുടെ പാർട്ടി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? ജുഡീഷ്യറി അംഗീകരിക്കുന്നുണ്ടോ? കുറ്റാന്വേഷണ സംവിധാനത്തെ അംഗീകരിക്കുന്നുണ്ടോ? നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ ഒരു മാർക്സിസ്റ്റുകാരൻ കുറ്റം ചെയ്താൽ ആ കുറ്റം ചെയ്യുന്ന മാർക്സിസ്റ്റുകാരനെതിരെ ആരാ അന്വേഷിക്കുന്നത്? ആരാ ശിക്ഷിക്കുന്നത്?
കുറ്റവും ശിക്ഷയും വിളിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അതിന്റെ അർത്ഥം ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി മനുസ്മൃതിയുടെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു. ആ പാർട്ടിക്കകത്ത് അടിമുടി ജീർണത ബാധിച്ചിരിക്കുന്നു. ആ ജീർണത മാറ്റാതെയാണ് മനുഷ്യം അതിലുണ്ടാക്കി നവോത്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്നു, ജീർണത മാറ്റാൻ നടക്കുന്നു. അതുകൊണ്ട് ആദ്യം പാർട്ടിക്കകത്തെ ജീർണത മാറ്റണം. ആദ്യം പാർട്ടി നിയമം അനുശാസിക്കണം, നിയമം അംഗീകരിക്കണം, തെറ്റു ചെയ്യുന്നവനെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. എന്നിട്ട് പറയണം ഞങ്ങൾ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നു. ഇത് ജുഡീഷ്യറിയെ നോക്കി കൊഞ്ഞണം കുത്തിയിട്ട് ചാനൽ വന്നിരുന്നും പത്രത്തിലൂടെയും ജുഡീഷ്യറിയെ ബഹുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. നികേഷേ, ശ്രീ കണ്ണൻ നോക്കൂ, ചിദാനന്ദപുരി പറഞ്ഞതുപോലെ ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരന്നതിന് കാരണം പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കഴിഞ്ഞ ദിവസത്തെ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നു. സാർ, തീർച്ചയായും ഈ ഹിന്ദുക്കൾ ഇത്രമാത്രം ഒന്നിച്ചു കൂടാനും ഇത് ഈ അയ്യപ്പൻ്റെ വിഷയത്തിൽ ജനങ്ങളെ ഒറ്റപ്പെടുത്തി മർദ്ദനമുറകളും ആ ശബരിമല ആചാര ലംഘനങ്ങൾക്കും സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ കൊടുത്ത് അയ്യപ്പ ഹൃദയങ്ങളിൽ, അയ്യപ്പനോടുള്ള ഭക്തരുടെ ഹൃദയങ്ങളിൽ ഒരു മുറിപാടായിട്ട് തീർന്നിട്ടുണ്ട്. ഈ മുറിപാട് കൊണ്ടാണ് ജനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ ഹിന്ദു ഐക്യം എന്നുള്ള രീതിയിൽ ഹിന്ദുക്കൾ ഒന്നിക്കണം, അല്ലെങ്കിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടി കൂടുന്നവരെല്ലാം ഇപ്പോൾ BJPയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന നിലയിലേക്ക്. ഇല്ല സാർ, തീർച്ചയായും ഇല്ല സാർ. ഈ ഇപ്പോൾ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ BJPക്കാരുണ്ട്, CPMകാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴുള്ള ഈ നികൃഷ്ടമായ ഭരണത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷനിൽ കുറേ ആളുകൾ, നിഷ്പക്ഷമായി നിൽക്കുന്ന ഒത്തിരി ജനങ്ങൾ ഈ ഹിന്ദുക്കളിൽ തന്നെ സാർ, ഒരു പാർട്ടിയുടെ വോട്ടുകൾ തന്നെയാണ് ഒരു പാർട്ടിയെ നിലനിർത്തുന്നതെങ്കിൽ എക്കാലവും ഇവിടെ പാർട്ടി തന്നെ ഭരിക്കില്ലേ സാർ? ഇവിടെ നമ്മൾ 5 വർഷം കൂടുമ്പോൾ ഈ പാർട്ടിയുടെ മാറി മാറി വരുന്ന കാരണം എന്താണ്? ഈ നിഷ്പക്ഷ വോട്ടുകൾ, സാധാരണ ജനങ്ങൾ, പാർട്ടിക്കാരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കും. പക്ഷേ നിഷ്പക്ഷമായി നിൽക്കുന്ന ഈ ഒരു ജനവിഭാഗമുണ്ട് സാർ. 2019-ലും 2021-ലും വിശ്വാസികൾ അവരുടെ വജ്രായുധം പുറത്തെടുക്കണം എന്നാണ് TP സെൻകുമാർ പറയുന്നത്. എന്താണ് ആ വജ്രായുധം? അത് CPM-നെയും LDF-നെയും തോൽപ്പിക്കുക എന്നുള്ളതാണോ? CPM-നെയും LDF-നെയും തോൽപ്പിക്കുക എന്നുള്ള സാർ, നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായി ജനങ്ങൾക്ക്, എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന, സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഹോൾഡിംഗ് സർക്കാർ, അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് സർക്കാർ ആയാലും ജനങ്ങളോട് വിവേചനം കാണിക്കാതെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഭക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ അവർക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും സ്വസ്ഥമായിട്ടും ജീവിക്കാനുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഒരു രാജ്യം അയ്യപ്പ കർമ്മ സമിതി പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ല ഈ സർക്കാർ എന്നാണ്. തീർച്ചയായും ചിദാനന്ദപുരി പറഞ്ഞത് ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണിനിരുന്നു, അതിന്റെ കാരണം പിണറായി വിജയനാണ് എന്ന്. അപ്പോൾ ഈ ഹൈന്ദവ സമിതി എല്ലാം പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, തീർച്ചയായും ഇല്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇപ്പം ഞാൻ എറണാകുളത്തുള്ള ആളാണ്. സാറിനറിയാം, ഈ എറണാകുളത്ത് ഈ വെള്ളപ്പൊക്കം മൂലം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുണ്ടായ സ്ഥലം നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഇതിന് സമീപ പ്രദേശങ്ങളുമാണ്. ഇവിടെ എൻ്റെ ബന്ധുക്കളടക്കം ഉള്ള ആളുകൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും കിട്ടാതെ ഈ വെള്ളപ്പൊക്കത്തിൽ ഇതെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട് വ്യക്തികൾ ചെയ്ത ഒരു സൗകര്യം പോലും ചെയ്യാത്ത സർക്കാരാണ്. ശബരിമല വിഷയത്തിലാണല്ലോ, ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലല്ല ഒരു കൂട്ടായ്മ ഉണ്ട് സാർ. ഞാൻ പറഞ്ഞത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊന്നും ആരും ഇങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല സാർ. അത് ജനങ്ങൾ സാധാരണ അപ്പൊ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരാണ് ഹെൽപ്പ് ചെയ്തത്. അവര് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു ആചാര ലംഘനം ഉണ്ടാവുമ്പോൾ വലിയ മതമേല. ഇല്ല സാർ, അതുമല്ല. ഇതിന്റെ ഈ വെള്ളപ്പൊക്കത്തിന്റെ മറവിലുണ്ടായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാതെ വേറെ ഒരു മറ പോലെ സൃഷ്ടിച്ച് ഈ ആചാരലംഘനം നടത്തിയെന്നാണ് എന്നെ പോലെയുള്ള സാധാരണ ഭക്തർക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റേ ഓഖി ദുരന്തത്തിൻ്റെയും കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത സർക്കാർ ഇത്ര കാര്യമായിട്ട് ശബരിമല എന്നുള്ളൊരു ഇത് കൊടുത്തു. അവിടെ സാർ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ അമ്മമാർക്ക് പോകണമെങ്കിൽ പോകട്ടെ, ആ ഒരു ഏജ് ലിമിറ്റിന് ശേഷം പോട്ടെ. ഇതിനു മുമ്പും സാർ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ശബരിമല ഈ ആചാരങ്ങളെല്ലാം ഉണ്ട്. അത് ഇപ്പോൾ അന്ന് നമ്മുടെ നവോത്ഥാന നായകന്മാർ ആരും ശബരിമലയിൽ നിന്ന് ഈ ആചാരങ്ങൾ ലംഘിക്കപ്പെടണം, അവിടെ കയറണമെന്ന് ആരും നിർബന്ധം പിടിച്ചിട്ടില്ല. നോക്കൂ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശില്പശാല സാധാരണഗതിയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ അതിനേക്കാൾ വേഗത്തിൽ ഒന്നിലധികം ശില്പശാലകൾ സംഘടിപ്പിക്കുകയും പാർട്ടി നേതാക്കളെ തന്നെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ പേടിയുണ്ട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ?
അല്ല ഇവിടെ ചോർച്ച ഇപ്പൊ സേവാ സമിതിയുടെ ആളും പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് LDF ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലുള്ള വൈകല്യമാണെങ്കിൽ രാഷ്ട്രീയമായി നേരിടണം. ഇവിടെ അയ്യപ്പ സേവാ സമിതിയും കർമ്മസമിതിയും പറഞ്ഞാണ് ഓഗി ദുരന്തം, പ്രളയ ദുരന്തം, ഇതിലൊക്കെ ഈ ഗവൺമെന്റ് വീഴ്ച രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ അത്. UDF നന്നായി ആക്ഷേപിക്കുന്നുണ്ട്, LDF ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടുമ്പോൾ അവരത് തിരുത്തും, കാലതാമസം വന്നാൽ അവർ വിമർശിക്കും, അതൊക്കെ നടക്കും. ആ രാഷ്ട്രീയമാണോ ഈ അയ്യപ്പൻ്റെ പേര് പറഞ്ഞിട്ടെടുക്കുന്നത്? അതാണെങ്കിൽ നമുക്ക് നന്നായി മനസ്സിലാകും. അയ്യപ്പനെ വിട്, ഈ രാഷ്ട്രീയമൊക്കെ അയ്യപ്പൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാതിരിക്കൂ, ശബരിമലയിൽ കൊണ്ടുവയ്ക്കാതിരിക്കൂ. അവിടെ ഭക്തജനങ്ങൾ പോകുന്നവർക്ക് സുരക്ഷിതത്വം വേണമെന്നുള്ളത് ഈ ഗവൺമെൻറ് പറഞ്ഞുള്ളത്. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, സുപ്രീം കോടതി വിധി, അവിടെ റിവിഷൻ കൊടുത്തിട്ടുണ്ട്, റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അല്ല അതെ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ശ്രീ ഉണ്ണിത്താൻ ചിലതെല്ലാം പറഞ്ഞല്ലോ. നികേഷ് ഒന്ന് ചോദിച്ചേ, അല്ല ഞങ്ങൾ 51 പെണ്ണുങ്ങളെ നിക്കെ നിങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ആരെയും കയറ്റാൻ പോയിട്ടില്ല. കയറാൻ പെണ്ണുങ്ങൾ അത്ര മോശമാണെന്നൊന്നും കരുതണ്ട. അവരവരുടെ അവകാശം സ്ഥാപിക്കാൻ പോകും. അത് തന്നെയാണ് വനിതാ മതിലിലും കണ്ടത്. അത് ആരെങ്കിലും ഭൂപ്പിടി കാണിച്ച് അവർ പേടിച്ചു പോകുന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയണ്ട. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയും എടുക്കുന്ന നിലപാട് ഇവരെ ആരെയും കൊണ്ടുപോയില്ല. ചിലർ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് 10 ആളിനെ കൊണ്ടുപോകാത്തത്? 10 ആളിനെ കൊണ്ടുപോകുന്ന ഏജൻസി പണി നമുക്കില്ല. കയറണം എന്നുള്ളവർക്ക് പോകാമെന്നുള്ള ആദ്യമേ തൊട്ട് പറയുകയല്ലേ, ഞങ്ങൾ ഒരാളെയും കയറ്റാൻ പോണില്ല. കയറണം എന്നുള്ളവർ കയറാം. കയറുന്നവർ പോയി കല്ലെറിയാൻ നിന്നാൽ കല്ലെറിയുന്നവനെ തടയും. അതാണ് ചെയ്തിട്ടുള്ളത്. ഈ അയ്യപ്പ സേവാ സംഘത്തിന് പറയാമോ, അനേക സംസ്ഥാനങ്ങളിൽ വന്ന ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ കല്ലെറിഞ്ഞ കേസിൽ പ്രതിയായി ജയിലിൽ കിടപ്പുണ്ടോ? ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കിട്ടിയ ഒരു സുവർണ അവസരം പൊളിറ്റിക്കലായി BJP വളരാൻ ചെയ്ത നടപടിയല്ലേ ഈ തോന്നിയാസങ്ങളൊക്കെ. എന്നിട്ട് എന്തായി? കോൺഗ്രസും സമരം ചെയ്തു, BJPയും സമരം ചെയ്തു. താങ്ങാനുള്ള ശക്തിയില്ല. പച്ചക്കറി തൊട്ട് ഒരു ഇലയിലിട്ട് ഒരു ഊട് കഴിക്കണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ വരുന്ന അയ്യപ്പ ഭക്തരെ നിങ്ങൾ ഇവിടെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാക്രമണം അവിടെ ഉണ്ടാവും. അവിടെ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ മലയാളികൾ അനുഭവിക്കേണ്ടി വരും. ആ ജനങ്ങളും കൂടി ഇങ്ങോട്ട് തിരിച്ചെത്തിയാൽ താങ്ങാനുള്ള ഹെൽപ്പ് നമ്മുടെ സർക്കാരിനില്ല സർ. നമ്മുടെ ജനങ്ങളിൽ അധികം പുറത്തുള്ള സ്റ്റേറ്റുകളിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഇക്കോണമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ക്ഷാണത്തിലോട്ടാണെന്ന് പറയട്ടെ, പറഞ്ഞോളൂ. ക്ഷാണത്തിലോട്ടാണ് അല്ല ഞാൻ പറഞ്ഞു വന്നതിനിടയിലല്ലേ കാര്യം പറയുന്നത്. അല്ല ഞാൻ പറയട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരിൽ 88% അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. 12% ഉള്ള ഈ കേരളത്തിലുള്ള തീർത്ഥാടകന്മാർ. അയ്യപ്പ സേവാ സമിതിയുടെ കണക്കുണ്ടല്ലോ. 88% അവരാരെങ്കിലും ഇവിടുത്തെ കേസ് പ്രതിയായിട്ടുണ്ടോ? അവരാരെങ്കിലും കല്ലെറിയാൻ വന്നിട്ടുണ്ടോ? അവർ അയ്യപ്പനെ കണ്ട് തൊഴാൻ വന്നവരാണ്. ആരാണ് ഇവിടെ കല്ലെറിഞ്ഞത്? അതെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികളും RSS നടത്തിയത്. ആ കല്ലെറിയുന്നതിന് പിണറായി വിജയൻ നോക്കിയിരിക്കണമെന്നാണോ? വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കാതിരിക്കണമെന്നാണോ? ആ കൊടുത്തതാണോ ദൈവം നിന്ന? അതാണോ അയ്യപ്പൻ നിന്ന? അതാണോ വിശ്വാസികൾക്കെതിരെ? വിശ്വാസികളാണ് അവിടെ പോകേണ്ടത്, കല്ലെറിയുന്നവരല്ല അവിടെ പോകേണ്ടത്. അവിടെ പോയി കല്ലെറിഞ്ഞ് നാനാവിധം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിന് ചെയ്യേണ്ട പണികൾ ചെയ്യാൻ ഈ ഹൈന്ദവ സംഗമമാണ്. അത് വലിയ നിലയിൽ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി ബാധിച്ചാൽ തന്നെ അത് ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നാണ് ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ താങ്കളും താങ്കളുടെ പാർട്ടിയും പറയുന്നതെങ്കിൽ വരട്ടെ, കാണാം എന്നേ പറയാനുള്ളൂ. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നോട് ചോദിക്കണമെന്ന് നടത്താനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ നടത്തിക്കോട്ടെ. ഈ 51 പേര് എവിടെ നിന്ന് കിട്ടി? നികേഷേ, ഈ ഉണ്ണിത്താൻ നമ്മുടെ പാർട്ടിയെ കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞല്ലോ. അല്ല ഉണ്ണിത്താൻ, നികേഷ്, ഉണ്ണിത്താൻ നമ്മുടെ പാർട്ടിയെ കുറിച്ച് കുറെ ആക്ഷേപം പറഞ്ഞല്ലോ. ഞങ്ങള് നിയമത്തെ അംഗീകരിക്കുന്നു, സുപ്രീം കോടതി വിധിയെ മാന്യത കാണിക്കുന്നു. സുപ്രീം കോടതിയാലും ഹൈക്കോടതിയാലും ചില വിധികൾക്കെതിരായി പരാമർശം നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു കുറ്റവാളിയെ സംരക്ഷിച്ചിട്ടില്ല. ആരെങ്കിലും പീഡനം നടത്തിയവരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കോടതിയിൽ പോകാം. ആളുകളെ കേസിലെ കുറ്റവാളികളെ കണ്ടെത്തി കേസ് കൊണ്ടു കൊടുക്കുന്ന ഏജൻസി ഞങ്ങൾക്കില്ല.
നിങ്ങൾ എന്തൊക്കെയാ പറയാ? ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങളുടെ പാർട്ടി കാണുന്ന പോലെ ഇത്രയും വലിയ അമ്പിഴുക്കുള്ള പാർട്ടി നോക്കൂ. കർണാടകത്തിൽ കാണുന്നില്ലേ? റിസോർട്ട് കിടക്കുന്ന കോൺഗ്രസ് MLA-മാർ തമ്മിലടിക്കുകയാണ്. കോൺഗ്രസ് ആയി ജയിച്ചൊരു ഗവൺമെന്റ് ഉണ്ടാക്കി. ആ ഗവൺമെന്റ് കോൺഗ്രസ്സുകാരൻ തന്നെ പാടം തെറ്റി BJP-യിലേക്ക് പോവാണ്. കാശ് തേടി പോവുകയാണ്. എന്തൊരു നാണക്കേടാണ്. ആ പാർട്ടിയുടെ വക്താവായ ഉണ്ണിത്താമെന്ന് പറയാണ് ഇപ്പുറത്ത് ഞങ്ങളിലാണ് കുഴപ്പമെന്ന്. ഈ 51 പേരുടെ ലിസ്റ്റ് 51 പേരുടെ ലിസ്റ്റ് പുതുക്കിക്കൊണ്ടുണ്ടോ ശാന്തലോട്ട് ആനന്ദൻ? 51 പേരുടെ ലിസ്റ്റ്. ആ ലിസ്റ്റൊന്നും ഒരു ബന്ധമല്ല. ഞാൻ പറയട്ടെ, കല്യാണത്തിന് പോയ ചെറുക്കൻ പോയി താലി കെട്ടി കഴിഞ്ഞാൽ കല്യാണം നടന്ന് അവന്റെ കൂടെ അമ്മാവും വന്നോ ബന്ധുക്കളുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും തിരക്കാറുണ്ടോ? ഇവിടെ സ്ത്രീകൾ കയറുക എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ സെൻസ്. അതവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ പോയവർ എത്രയുണ്ട്? 50 ഉണ്ടോ, 60 ഉണ്ടോ, 10 ഉണ്ടോ, 15 ഉണ്ടോ? അതല്ല, അവിടെ ഏതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് തെറ്റായി ഓൺലൈൻ വിവരം കൊടുത്തിട്ട് അവിടെ കയറിയോ? അതൊക്കെ അപ്രധാനമാണ്. കല്യാണത്തിന് വന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് കല്യാണം തീരുമാനിക്കുന്നത്. കല്യാണം തമ്മിൽ എന്താ ബന്ധം? ആ താരതമ്യം എന്താണ്? എനിക്ക് മനസ്സിലായില്ല ശ്യാമത്തിലോട്ട് ആനന്ദൻ. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന നോട്ടിൽ പറയുന്നത് 51 സ്ത്രീകൾ കയറി എന്നാണ്, 51 യുവതികൾ കയറി എന്നാണ്. ഈ 51 പേരിൽ സർക്കാർ നൽകിയ ലിസ്റ്റിൽ ഒരു യുവതി പോലും ഇല്ല. ഒരു 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഒരു യുവതി പോലും ഇല്ല. ശ്യാമത്തിലോട്ട് ആനന്ദൻ, എങ്ങനെ പറ്റിയ ആ മിസ്റ്റേക്ക്? അത് ശരിയല്ല. ആ ലിസ്റ്റിൽ പുരുഷൻ സ്ത്രീ ആയിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കയറിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ 10 പേരാണോ? ഒരാളുടെ കാര്യമല്ല. 50 വയസ്സിൽ താഴെ തൊട്ടപ്പുറത്തുനിന്ന് പറയുന്നത് 51 പേരിൽ ഒരാളുടെ കാര്യമല്ല. ഈ 51 പേരും വ്യാജമാണ് എന്നാണ്. എനിക്ക് 42 വയസ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷവും പോയി, ഈ വർഷവും പോയി. അവരുടെ ഭർത്താവ് 20 വർഷമായി കയറുന്നവരാണ്. ഒരാളുണ്ട്, സ്ത്രീ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവിടെ പ്രായത്തിന്റെയും മറ്റു ലിംഗത്തിന്റെയും കാര്യത്തിലൊക്കെ ഉത്തരവാദിത്വം. അവർ രജിസ്റ്റർ ചെയ്ത ലിസ്റ്റാണ് കൊടുത്തത്. ആ ലിസ്റ്റ് കൊടുക്കണോ വേണ്ട എന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ശ്രീ രാജ്മോഹൻ വളരെ ചുരുക്കിയ മറുപടി. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറയാം, ചുരുക്കി അവസാനിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ, ഞങ്ങൾ ഏറ്റുവാങ്ങിക്കോളാം എന്ന് പറയുന്നു. ഞാനത് പറഞ്ഞു നേരത്തെ. അത് അങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്നത് CPM മാത്രമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം താങ്കളുടെ പാർട്ടിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടല്ലോ. ഈ വിഷയത്തിലൊന്നും വ്യത്യസ്തമായ നിലപാടൊന്നും എടുത്തു കണ്ടിട്ടില്ല. RSS എടുക്കുന്ന നിലപാടിന് സമാനമായിട്ടുള്ള ഒരു മൃദു സമീപനം മാത്രമാണ് എടുത്തു കണ്ടിട്ടുള്ളത്. ഒരു പാർട്ടി ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അവരെ റിജക്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് കാണാം. നാളെ അതല്ല, മറിച്ചൊരു ഫലമാണ് ഉണ്ടാകുന്നത് എങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഈ പറയുന്ന അനാചാരങ്ങൾക്കെതിരെ, ഈ പറയുന്ന നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നിലകൊള്ളുന്ന ഒരു സമൂഹമായി നമ്മളെല്ലാം മാറും, രാഷ്ട്രീയ പാർട്ടികളും അതിനൊപ്പം. നികേഷേ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. കരളുമാറ്റ ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ശസ്ത്രക്രിയ കൂടാതെ ലിംഗം എങ്ങനെ മാറ്റിവെക്കാമെന്ന് ഇപ്പൊ പിണറായി വിജയൻ ഈ 51 പേരുടെ ലിസ്റ്റ് സുപ്രീം കോടതി കൊടുത്തതോടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു ശസ്ത്രക്രിയ കൂടാതെ ലിംഗം മാറ്റിവെക്കാമെന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആനത്തലവട്ട ആനന്ദിനെ വെല്ലുവിളിക്കുന്നു. 1.25 കോടി സ്ത്രീജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഒരാളെ കയറ്റാൻ ഇവർക്ക് പറ്റിയോ? 7536 പേര് ഓൺലൈനിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ 51 പേര് കയറി എന്ന് പറയുന്നു. കയറ്റിയ ചരിത്രം ഒന്നും പറയണ്ടല്ലോ. പ്രച്ഛന്ന വേഷ ധാരകളായി, ഇരുമുടിക്കെട്ടില്ലാതെ, ശരണമന്ത്രം വിളിക്കാതെ, 18-ാം പടി ഔട്ടാതെ, ഒളിച്ചും പാത്തും ചില ഉപഷാപ്പിൽ കണ്ണുപിടിക്കാൻ പോകുന്ന അതൊക്കെ അയ്യപ്പനെ അതിന്റെ വീഡിയോ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പിണറായി വിജയൻ കയറ്റിയല്ലോ, 2 സ്ത്രീകളെ കയറ്റിയല്ലോ, 3 സ്ത്രീകളെ. ഞാൻ പിണറായി വിജയൻ ഞാനാത്മഹത്യൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം പറയാം. ഞാൻ പറഞ്ഞിട്ടില്ല. അത് വേറെ ആൾ നോക്കിയാൽ മതി. എന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗ് എടുത്ത് കാണിച്ചു തരാമോ? ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചു. ഒരാളെ കേട്ടം. ഇവിടെ ഇപ്പൊ എന്താ സംഭവം? ഇവിടെ ഈ സീസണിൽ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയെ കളിപ്പിച്ചു, ഭക്തന്മാരെ കളിപ്പിച്ചു, അതുപോലെ ഈ വന്ന ആക്ടിവിസ്റ്റുകളെ കളിപ്പിച്ചു. കാരണം സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ
ഞങ്ങൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ വത്സൻ തില്ലങ്കരിയുടെ രോമത്തിൽ തൊടാൻ പിണറായി ചെയ്ത് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യട്ടെ. ഇതുവരെ വത്സൻ തില്ലങ്കരി അറസ്റ്റ് ചെയ്തോ? ഞങ്ങൾ പമ്പയിലെ മരക്കൂട്ടത്ത് സന്നിധാനത്തിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ RSSനെ വിന്യസിച്ചു എന്ന് പറഞ്ഞ വത്സൻ തില്ലങ്കരിയെ പോലീസിന്റെ മൈക്ക് വാങ്ങി പറഞ്ഞ വത്സൻ തില്ലങ്കരിയുടെ രോമത്തിൽ തൊടാൻ വത്സൻ തില്ലങ്കരിയെ തൊട്ടാൽ കണ്ണൂര് കത്തും. പിന്നെ പിണറായിലോട്ട് വിജയന് പോകാനാവില്ല. അതുകൊണ്ട് തില്ലങ്കരി ഇരുമയാണെങ്കിലും നമ്മളൊക്കെ കരടല്ലേ. തില്ലങ്കരി നീ എന്റെ ജീവനല്ലേ എന്നാ പിണറായി ഇപ്പൊ പറയുന്നത്. പക്ഷേ ശ്രീ തില്ലങ്കരിയുടെ തണലിലാണ് കഴിയുന്നത്. തില്ലങ്കരി RSSന്റെ BJPയുടെ ഞാനൊക്കെ എല്ലാരും കൂടെ പാടുപെട്ട് ജയിപ്പിച്ചാണ് കർണാടകത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ആ കർണാടകത്തിൽ ഇന്നലെ കാണാൻ സോഡ കുപ്പി വെച്ചാണ് MLA-മാർ തമ്മില് കോൺഗ്രസ് MLA-മാരുടെ കുപ്പി എടുത്തടി. എന്തൊരു നാണം കെട്ട പാർട്ടിയാണെന്ന് നോക്ക്. കോൺഗ്രസ് MLA-മാർ കുപ്പി എടുത്ത് അടിക്കുന്നത് റിസോർട്ടിൽ കിടന്നിട്ട്. നേരത്തെ എനിക്ക് സമയക്കുറവുണ്ട് ശ്രീ. പക്ഷേ നോക്കൂ, ആനന്ദവട്ടം ആനന്ദം പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യും ഞാൻ എന്ന് പറഞ്ഞിരുന്നോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾ? അതിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ദൃശ്യം കാണിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പൊതുജീവിതം നിർത്താൻ കാണിക്കാമെന്ന് വെല്ലുവിളിക്കുന്നു. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഒപ്പം തന്നെ സന്തോഷ് കണ്ണൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് നെറ്റ് സഹകരിച്ചിരുന്നു. നന്ദി, നമസ്കാരം.